തന്നെ ഒരു ജീവനക്കാരനെ ഇട്ടിരിക്കുക. പ്രധാനപ്പെട്ട റൂട്ടിൽ ഓടുന്നൊരു ബസ്സിൽ യാത്രക്കാരില്ലാതെ കാലിക്കോടുക. ആ കണ്ടക്ടർ വളരെ വിഷമത്തോടുകൂടി ആ വീഡിയോ എടുത്ത് ഇട്ട് തന്നു. കാരണം പ്രധാനപ്പെട്ട റൂട്ടിൽ ഓടുന്ന എപ്പോഴും നല്ല ആളുമായിട്ട് പോകുന്ന അദ്ദേഹം പറയുന്നത് വഴിയിലെല്ലാം സ്ത്രീകൾ യാത്രക്കാർ നിൽപ്പുണ്ട്, പക്ഷേ ബസ്സിൽ കയറുന്നില്ല. ബസ് വരുമ്പോൾ മാറി നിൽക്കുകയാണ്. തൊട്ട് പിറകിൽ പ്രിയദർശിനിയുണ്ട്. പ്രിയദർശിനി പിറകെ വരുമ്പോൾ നമ്മളാണെങ്കിൽ സൗജന്യം കിട്ടുന്നിടത്തേക്കേ പോകത്തുള്ളൂ. അങ്ങനെ ഒരു വ്യവസായത്തെ തകർക്കുകയാണ്. കാരണം ഇത് സൗജന്യം കൊടുക്കട്ടെ, അർഹതയുള്ളവർക്ക് കൊടുക്കട്ടെ. ഒരു ബസ്സാണ്. ഇതിൽ എത്ര യാത്രക്കാരുണ്ടെന്ന് നോക്കുക. അപ്പോൾ അത് 2 വിദ്യാർത്ഥികൾ, പെൺകുട്ടികൾ ആരുമില്ല, പിന്നെ 1-2 യാത്രക്കാരുമാണ് ഈ ബസ്സിലുള്ളത്. ഈ ബസ് ഇപ്പോൾ ഇറങ്ങിപ്പോവാ. ഇതാണ് പത്തനംതിട്ടയിലെ ഒരു സ്ഥിതി. ഇത് മൊത്തത്തിൽ കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഇത് ബാധിക്കും. കാരണം മാത്രമല്ല, കേരളത്തിലെ MLA-മാർ ഇപ്പോൾ എല്ലാ സ്ഥലത്തേക്കും ഈ ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യണമെന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കും. അപ്പോൾ സ്വാഭാവികമായും കേരളം മൊത്തം ഈ ഓർഡിനറി സർവീസുകൾ വരുന്നൊരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ പിന്നെ ഈ വ്യവസായം ഇല്ലാതായിപ്പോവും എന്നുള്ളതാണ് സത്യം. നിങ്ങൾ ഈ വണ്ടി ഒരാൾ പോലും ഇല്ല, ആകെ 2 കൊച്ചു പിള്ളേരായിരിക്കുന്നത്. എവിടെ പോകാനാ? വീടെവിടെ? ഇവിടെ കട. അങ്ങനെ പോകുന്ന കുറച്ച് യാത്രക്കാരേ ഉള്ളൂ. ഇതാണ് കേരളത്തിലെ ഒരു പരിച്ഛേദം. അപ്പോൾ അതാണ് ഇല്ലാത്ത കഷ്ടം. ജീവനക്കാർക്ക് ശമ്പളമില്ല. ഇപ്പോൾ ഇവരൊക്കെ 1000, 500, 1000, 1200 രൂപ ശമ്പളം വാങ്ങിക്കുന്നവരാണ്. ഇന്നലെയൊക്കെ 200, 300 രൂപ അവരുടെ ചെലവിനുള്ള പൈസ മാത്രമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു പ്രതിസന്ധിയിലേക്ക് വ്യവസായം പോകുന്നു എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ കണ്ണ് തുറപ്പിക്കും. ഗവൺമെൻറ് അതിനകത്ത് അടിയന്തരമായ ഒരു നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.